നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി പ്രധാനമന്ത്രിക്കെതിരായ പരിഹാസ പോസ്റ്റർ. രൂക്ഷ വിമർശനവുമായി സഖ്യകക്ഷികളും രംഗത്തെത്തി. മോദി എവിടെയും പോയിട്ടില്ലെന്ന് ഫറൂഖ് അബ്ദുള്ള. അമേഠിയിൽ രാഹുലിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. ഭീകരരെ ജീവനോടെ പിടികൂടണമെന്ന് സൈന്യത്തിനും പോലീസിനും നിർദ്ദേശം നൽകി. ഭീകരവാദികൾ ഉപയോഗിക്കുന്നത് ചൈനീസ് വാർത്താവിനിമയ ഉപകരണങ്ങളെന്ന് നിഗമനം. കാശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുന്നു. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ സണ്ണി തോമസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. കോട്ടയം മുഴവൂരിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 19 വർഷം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉദ്ഘാടന പരിപാടിക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ല, വന്നത് സാധാരണ കത്ത് മാത്രമെന്നും വി ഡി സതീശൻ. വല്ലവരും ചെയ്തതിന്റെ പിതൃത്വമാണ് മുഖ്യമന്ത്രിയും CPIM-ഉം ഏറ്റെടുക്കുന്നതെന്നും വിമർശനം. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകവെയാണ് വള്ളം മറിഞ്ഞത്. വള്ളത്തിൽ നിന്നും തൊഴിലാളികൾ കടലിലേക്ക് തെറിച്ചു വീണു. ഇന്ന് രാവിലെയും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞിരുന്നു. അതേസമയം ഡ്രഡ്ജിംഗ് ആരംഭിക്കാൻ ഇനിയും വൈകുമെന്നാണ് വിവരം. പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടനുമായി തെളിവെടുപ്പ് നടത്തി വനം വകുപ്പ്. വേടനുമായി ഇന്ന് തൃശൂരിലെ ജ്വല്ലറിയിലെത്തിച്ചും തൃശൂരിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. റാപ്പർ വേടന്റെ 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വേടന് കഞ്ചാവ് നൽകിയ ചാലക്കുടി സ്വദേശിക്കായി തെരച്ചിൽ ഊർജിതം. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും. നടപടിക്രമങ്ങൾക്കായി അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുന്നു. പ്രതി തസ്ലീമയും ശ്രീനാഥ് ഭാസിയുമായുള്ള ചാറ്റുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ നടന്മാരെ പ്രതി ചേർക്കാനുള്ള തെളിവുകൾ ഇല്ലെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. എറണാകുളം ചൊവ്വരയിൽ ഹെറോയിനുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ആസാം നൌഗോൺ സ്വദേശികളായ ഷറഫുൽ ഇസ്ലാം, ഷെയ്ഖ് ഫരീദ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 21 ഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്തു. 2 സോപ്പ് പെട്ടികളിലാക്കി ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് ഹെറോയിൻ കണ്ടെത്തിയത്. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ 4 വിദ്യാർത്ഥികളെ ഔദ്യോഗികമായി പുറത്താക്കി കോളേജ്. പുറത്താക്കിയത് ആകാശ്, ആദിത്യൻ, അഭിരാജ്, അനുരാജ് എന്നീ വിദ്യാർത്ഥികൾ. തൃശൂരിൽ ലോറിയിൽ കടത്തുകയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. 60 ലക്ഷത്തോളം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ലോറി ഓടിച്ചിരുന്ന മണ്ണാർക്കാട് സ്വദേശി സന്ദീപിനെ കസ്റ്റഡിയിലെടുത്തു. പേരാമംഗലം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോറി പിടികൂടിയത്. കൊല്ലത്ത് പോലീസുകാരെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശികളായ സൻസ, മകൾ നജുമ എന്നിവരാണ് അറസ്റ്റിലായത്. കഞ്ചാവ് പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പോലീസുകാരെ മർദ്ദിച്ചത്. കൊൽക്കത്തയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 14 മരണം, നിരവധി പേർക്ക് പൊള്ളലേറ്റു. ഇന്നലെ രാത്രിയാണ് കൊൽക്കത്ത ബുരാ ബസാറിലെ ഋതുരാജ് ഹോട്ടലിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മലപ്പുറം എടവണ്ണ ഒതായിയിൽ സ്വകാര്യ വ്യക്തിയുടെ പാടത്ത് തീപിടുത്തം. വെള്ളം നിറഞ്ഞ പാടത്തെ പച്ച പുൽമേടിനാണ് തീപിടിച്ചത്. സ്ഥലത്ത് ആദ്യം ചെറിയ പൊട്ടിത്തെറി ഉണ്ടായതായി നാട്ടുകാർ. തീപിടുത്തത്തിൽ ആശങ്കയറിയിച്ച് നാട്ടുകാർ. രക്ഷാസേന എത്തിയാണ് തീയണച്ചത്. തൃശൂർ ശൃംഗപുരത്ത് KSEBയുടെ ഇലക്ട്രിക് പോസ്റ്റിൽ തീപിടുത്തം. ABC കേബിളിന്റെ ജംഗ്ഷൻ ബോക്സിലാണ് തീപിടിച്ചത്. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തൃശൂർ ആല ദുർഗാനഗറിൽ വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും കത്തിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. ദുർഗാനഗർ സ്വദേശി ഷംജിത്തിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ആല ദുർഗാനഗർ സ്വദേശി അക്ഷയുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 7 ലക്ഷം രൂപ വില വരുന്ന വാഹനങ്ങളാണ് പ്രതി നശിപ്പിച്ചത്. ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. ആറ്റിങ്ങൽ മാമത്ത് KSRTC സ്വിഫ്റ്റ് ബസ്സിന് തീ പിടിച്ചു. കത്തി നശിച്ചത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്. ബസിന്റെ താഴെ ഭാഗത്തു നിന്നും പുകയുയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഉടൻ ബസ് നിർത്തുകയായിരുന്നു. തുടർന്ന് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വൻ അപകടം ഒഴിവായി.
പത്തനംതിട്ട തിരുവല്ലയിൽ ടിപ്പർ ലോറിക്ക് പിന്നിലിടിച്ച ടോറസ് കത്തി നശിച്ചു. മനക്കച്ചിറ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു സംഭവം. കോഴഞ്ചേരി ഭാഗത്തു നിന്നും മെറ്റൽ കയറ്റി വന്ന ഉത്തർപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ടോറസ് ലോറിയാണ് കത്തി നശിച്ചത്. കോഴിക്കോട് പന്നിയങ്കരയിൽ പോലീസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പന്നിയങ്കര നായ്പാലം സ്വദേശി കാഞ്ഞിരവയൽ അർജാസിനെതിരെയാണ് കേസെടുത്തത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ലഹരി വേട്ടക്കിടെയാണ് പ്രതി പന്നിയങ്കര ASI ബാബുവിനെ ആക്രമിച്ചത്. ആലപ്പുഴ കായംകുളത്ത് പെട്രോൾ പമ്പിലെ ജീവനക്കാർക്ക് നേരെ ആക്രമണം. 2 പേർക്ക് പരിക്കേറ്റു. പുത്തൻ റോഡ് ജംഗ്ഷനിലെ TA പെട്രോൾ പമ്പിലാണ് ആക്രമണം ഉണ്ടായത്. പെട്രോൾ അടിച്ചതിന് ശേഷം പണമില്ലെന്ന് സംഘം അറിയിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് ആക്രമണം. ലഹരി ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് സംശയം. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് തീപിടിച്ചു. കോഴിക്കോട് കൂരാച്ചുണ്ടിലാണ് സംഭവം. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചു. ആളപായമില്ല. തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിൽ ലഭിച്ചു. കോഴിക്കോട് പുതുപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. പുതുപ്പാടി കക്കാട് സ്വദേശി മലയിൽപ്പറമ്പ് ലത്തീഫാണ് അറസ്റ്റിലായത്. താമരശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. താമരശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടുക്കിയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. വെൺമണി കൊച്ചുമുട്ടം സണ്ണീസ് കറിയെയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. ഇടുക്കി കഞ്ഞിക്കുഴി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ മോതിരക്കണ്ണിയിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചയാൾക്ക് 11 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കേസിൽ പ്രതിയായ മണ്ണുപുറം സ്വദേശി ശിവനാണ് ശിക്ഷ വിധിച്ചത്. ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടേതാണ് വിധി. തൃശൂർ വെള്ളരിപ്പള്ളിയിൽ 13 വയസ്സുള്ള 4 ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകന് 29 വർഷം കഠിന തടവും 2,75,000 രൂപ പിഴയും ശിക്ഷ. സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട 20 പേരെ അറസ്റ്റ് ചെയ്തു. അഷ്റഫ് മാനസിക വെല്ലുവിളി നേരിടുന്നയാളെന്ന് പോലീസ്. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ചാണ് ആൾക്കൂട്ടാക്രമണം. കണ്ണൂർ കൈതപ്പുറത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച കേസിൽ ഭാര്യ അറസ്റ്റിൽ. രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയാണ് അറസ്റ്റിലായത്. രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന സന്തോഷിന് മിനിയുടെ സഹായം ലഭിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മിനിയെ രാധാകൃഷ്ണൻ ഉപദ്രവിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. മലപ്പുറം പാണ്ടിക്കാട് കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ പാണ്ടിക്കാട് പോലീസ് സാഹസികമായി പിടികൂടി. ഒറവംപുറം സ്വദേശി നിസാമാണ് പിടിയിലായത്. ലഹരി കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് നിസാം. തൃശൂർ ആളൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ റിമാൻഡിൽ. തിരുത്തിപ്പറമ്പ് സ്വദേശികളായ ജയൻ, അഖിൽ എന്നിവരാണ് റിമാൻഡിലായത്. കല്ലേറ്റുങ്കര സ്വദേശി ഷാഹിൻ ഷായെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തത്. വധശ്രമ കേസിലെ ശിക്ഷാവിധിക്ക് ശേഷം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയ പ്രതി പിടിയിൽ. മന്നംപറമ്പിൽ വീട്ടിൽ സന്ദീപാണ് പിടിയിലായത്. സന്ദീപിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2015, 2016 വർഷങ്ങളിൽ വധശ്രമ കേസുകളും 2019, 2022 വർഷങ്ങളിൽ അടിപിടി കേസുകളും അടക്കം 5 ക്രിമിനൽ കേസുകൾ. തൃശൂർ പുതുക്കാട് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ റിമാൻഡിൽ. കല്ലൂർ മാവിൻചുവട് സ്വദേശി ജിതിൻലാൽ, എടത്തിരിഞ്ഞ് സ്വദേശി നസ്മൽ, കല്ലൂർ ആദൂർ സ്വദേശി മിഥുൻ എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. അമ്പല്ലൂർ പച്ചളിപ്പുറം സ്വദേശി വിശാഖിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് റിമാൻഡ്. ആന്ധ്രാപ്രദേശിൽ ക്ഷേത്രമതിൽ ഇടിഞ്ഞ് 8 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. വിശാഖപട്ടണത്തിന് സമീപം സിംഹാചലം ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് അപകടം. ദർശനത്തിനായി ക്യൂ നിന്ന് ഭക്തർക്ക് മുകളിലേക്ക് 20 അടിയോളം നീളമുള്ള മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. മലപ്പുറം കീശേരിയിൽ ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. എക്കാപ്പറമ്പ് സ്വദേശി അബ്ദുൾ ഗഫൂറിനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഗഫൂറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു.
പാലക്കാട് പട്ടാമ്പിയിൽ കാർ നിയന്ത്രണം വിട്ട് 3 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 3 പേർക്ക് പരിക്ക്. പട്ടാമ്പി ഭാഗത്തു നിന്നും മോങ്ങല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ചായക്കട ഭാഗികമായി തകർന്നു. കോഴിക്കോട് തോട്ടുമുഖത്ത് കാറും ബുള്ളറ്റും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പള്ളിത്താഴെ സ്വദേശി റിസ്വാനാണ് മരിച്ചത്. തോട്ടുമുഖം ഭാഗത്തു നിന്നും മരഞ്ചാട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന റിസ്വാന്റെ ബുള്ളറ്റിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. കുട്ടമ്പുഴ പിണവൂർക്കുടിയിൽ കട്ടനെ കണ്ട് ഭയന്നോടിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് പിണവൂർക്കുടി സ്വദേശി CM പ്രകാശ്. വീടിന് സമീപം കട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ആന പ്രകാശിനും സുഹൃത്തുക്കൾക്കും നേരെ തിരിഞ്ഞു. ഇതോടെ ഭയന്ന് പ്രകാശ് കുഴഞ്ഞു വീഴുകയായിരുന്നു. പാലക്കാട് കല്ലടിക്കോട് സഹോദരങ്ങളടക്കം 3 കുട്ടികൾ മുങ്ങി മരിച്ചു. തുടിക്കോട് സ്വദേശി രാധിക, പ്രതീഷ്, പ്രദീപ് എന്നിവരാണ് മരിച്ചത്. കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15-കാരനെ കാറിടിച്ച് കൊന്ന കേസിൽ മെയ് 6-ന് വിധി പറയും. പൂവച്ചൽ സ്വദേശി ആദിശേഖരനെയാണ് ബന്ധുവായ പ്രിയരഞ്ജൻ മനഃപൂർവ്വം കാർ കയറ്റി കൊലപ്പെടുത്തിയത്. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. തൃശൂർ കാഞ്ഞാണിയിൽ ആനപ്പാപ്പാനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ സ്വദേശി രവിയാണ് മരിച്ചത്. നമ്പൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സാവിത്രി എന്ന ആനയുടെ പാപ്പാനാണ് രവി. തിരുവനന്തപുരം പോത്തങ്കോട് സുധീഷ് കൊലക്കേസിൽ വിധി ഇന്ന്. നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. കേസിലെ 11 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്രതികൾ സുധീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഗുണ്ടാപ്പകയുടെ പേരിൽ. തൃശൂർ താനിശ്ശേരിയിൽ തൊട്ടിൽ കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പൈങ്കുളം സ്വദേശി അതുൽ കൃഷ്ണയാണ് മരിച്ചത്. കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പാഞ്ഞാൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അതുൽ. മെയ് 1 മുതൽ ATM വഴി പണം പിൻവലിക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിക്കുമെന്ന് റിസർവ് ബാങ്ക്. ATM-ൽ നിന്നും പണം പിൻവലിക്കുന്നതിന് ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും. സൗജന്യ പ്രതിമാസ പരിധി കഴിഞ്ഞാൽ പിന്നീട് നടത്തുന്ന ഓരോ ഇടപാടിനും ഉപഭോക്താക്കൾക്ക് 23 രൂപ നൽകേണ്ടി വരും. നിലവിൽ ഓരോ ഇടപാടിനും 21 രൂപയാണ്. അതേസമയം സൗജന്യ ഇടപാടുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകില്ല. ഉപഭോക്താക്കൾക്ക് അവരുടെ ATM-കൾ ഉപയോഗിച്ച് പ്രതിമാസം 5 സൗജന്യ ഇടപാടുകൾ നടത്തും. കർണാടകയിലെ കോളാറിൽ ബെറ്റ് വെച്ച് മദ്യപിച്ച യുവാവിന് ദാരുണാന്ത്യം. കോളാർ സ്വദേശി കാർത്തിക്കാണ് മരിച്ചത്. 5 കുപ്പി മദ്യം വെള്ളം തൊടാതെ കുടിച്ചാൽ 10,000 രൂപ തരാമെന്നായിരുന്നു വാഗ്ദാനം. വെല്ലുവിളി ഏറ്റെടുത്ത് കാർത്തിക് അളവിലധികം മദ്യം കഴിച്ചു. മദ്യം ശരീരത്തിൽ പ്രവേശിച്ചതോടെ കാർത്തിക്കിന്റെ ആരോഗ്യം വഷളാവുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വയോധികയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ച് പറിച്ച് തെരുവുനായ. തെരുവുനായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. മേത്തലയിൽ സ്വദേശികളായ ലളിത, പ്രദീപ്, കൃഷ്ണവേണി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാസർഗോഡ് ചിറ്റാരിക്കലിൽ അനധികൃത സ്പായ്ക്കെതിരെ നടപടി സ്വീകരിച്ച് പഞ്ചായത്ത്. തൊഴിൽ പീഡനം നടക്കുന്നുവെന്ന യുവതിയുടെ ആരോപണത്തിലായിരുന്നു പരിശോധന. അന്വേഷണത്തിൽ മതിയായ രേഖകളില്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തി. ആലപ്പുഴ പുതനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടം. സ്കൂളിലെ കുടിവെള്ള വിതരണ പൈപ്പിന്റെ 10ഓളം ടാപ്പുകൾ നശിപ്പിച്ചു. 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ബോർഡുകൾ, സ്കൂൾ നോട്ടീസ് ബോർഡ്, പോസ്റ്റർ എന്നിവയും നശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ സ്കൂളിലെത്തിയ ജീവനക്കാരാണ് നാശനഷ്ടങ്ങൾ കണ്ടത്. ഇതിനെതിരെ PTA എക്സിക്യൂട്ടീവ് പ്രതിഷേധം രേഖപ്പെടുത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ആലപ്പുഴ മാന്നാറിൽ 2ാം ബ്ലോക്ക് പാടശേഖരത്തിലെ പുതിയ മോട്ടറിന്റെയും വൈദ്യുതി കണക്ഷന്റെയും നവീകരിച്ച പുറംബണ്ടിന്റെയും ഉദ്ഘാടനം നടന്നു. വൈദ്യുതി കണക്ഷന്റെയും നവീകരിച്ച പുറംബണ്ടിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാനും മോട്ടറിന്റെ പ്രവർത്തന ഉദ്ഘാടനം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസും നിർവഹിച്ചു. വയനാട് കൽപ്പറ്റയിൽ 3 ആഴ്ചയായി അടച്ചിട്ട നഗരസഭയ്ക്ക് കീഴിലെ ശുചിമുറി പ്രവർത്തനം ആരംഭിച്ചു. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുന്നത്. ശുചിമുറിയിൽ നിന്നുമുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് ശുചിമുറി അടച്ചിട്ടത്. തുടർന്നാണ് ശുചിമുറിയിലെ തകരാറുകൾ പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് വീണ്ടും തുറന്നുകൊടുത്തത്.
പാലക്കാട് കൂടല്ലൂരിലെ കൂമൻതോടിന്റെ പാർശ്വഭിത്തി നിർമ്മാണം ആരംഭിച്ചു. 2018 പ്രളയത്തെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി തകർന്നത്. ഇതോടെ അപകട സാധ്യതയും ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം പാർശ്വഭിത്തിയുടെ നിർമ്മാണം ആരംഭിച്ചതോടെ പ്രദേശവാസികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. മലപ്പുറം വളാഞ്ചേരി ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. വലിയ വാഹനങ്ങൾ പകൽ സമയങ്ങളിൽ റോഡിൽ ഇറങ്ങുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമെന്ന് ജനങ്ങളുടെ ആരോപണം. അവധിക്കാലമായതിനാൽ റോഡിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയതും ഗതാഗത കുരുക്കിന് കാരണമാകും. തൃശൂർ പാർലം പഞ്ചായത്തിലെ അമ്മാടം മുള്ളക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ 9, 10, 12 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കിയത്. കണ്ണൂർ പെരിങ്ങത്തൂർ വൈദ്യുതി സെക്ഷൻ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി. മേക്കുന്ന് റോഡിൽ ഗുരുജിമുക്കിൽ പ്രവർത്തിച്ചു വന്ന പെരിങ്ങത്തൂർ വൈദ്യുതി സെക്ഷൻ ഓഫീസിന്റെ പ്രവർത്തനമാണ് കടവത്തൂർ റോഡിൽ ടാർഗറ്റ് കോംപ്ലക്സിലേക്ക് മാറ്റിയത്. കൂടുതൽ സൗകര്യങ്ങളുള്ള കെട്ടിടമാണ് സജ്ജമായത്. KP മോഹനൻ MLA പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ നടപ്പാതകളിൽ കൈവരി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 50 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. തമിഴ്നാട് നീലഗിരിയിൽ പോലീസ് സ്റ്റേഷനിൽ പുള്ളിപ്പുലി കയറി. നടുവട്ടം പോലീസ് സ്റ്റേഷനിലാണ് പുള്ളിപ്പുലി കയറിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. മേഖലയിലെ ആളുകൾ പരിഭ്രാന്തിയിലാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി വെള്ള നിറത്തിലുള്ള മാൻകുഞ്ഞിന്റെ ദൃശ്യങ്ങൾ. വയനാട് വന്യജീവി സങ്കേതത്തിലാണ് വെള്ള നിറത്തിലുള്ള മാൻകുഞ്ഞിനെ കണ്ടെത്തിയത്. പച്ചാടി വനഭാഗത്തു നിന്നും സുജിത് പഴേരി പകർത്തിയ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. മേഖലയിൽ ആദ്യമായാണ് വെള്ള നിറത്തിലുള്ള മാനിനെ കാണുന്നത്. ആലപ്പുഴ വെട്ടിയാറിൽ ഹിമാലയവും എവറസ്റ്റ് ബേസ് ക്യാമ്പും കീഴടക്കിയ അഭിമാന നേട്ടം കൈവരിച്ച വ്യാപാരിയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകനുമായ മോൻസി ജോണിനെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാങ്കാങ്കുഴി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മോൻസി ജോണിനുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു. തൃശൂർ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ ചുമർചിത്ര സമർപ്പണ ചടങ്ങ് നടന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വേണുഗോപാലം മിഴി തുറക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചുമർചിത്രങ്ങൾ ഒരുക്കിയത്. തൃശൂർ ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക ഗുരുവായൂരപ്പൻ അഷ്ടപതി പുരസ്കാരം തിരുനാവായ ശങ്കരമാരാർക്ക് സമ്മാനിച്ചു. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ പുരസ്കാരം വിതരണം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി നടന്ന അഷ്ടപതി അർച്ചനയിൽ 100-ലേറെ കലാകാരന്മാർ പങ്കെടുത്തു. തിരുവനന്തപുരം വട്ടപ്പാറ ലൂർദ് മൗണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്പോർട്സ് സെന്റെ ലഹരി പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ പോസ്റ്റർ രചനാ മത്സരവും ക്രിക്കറ്റ് ടൂർണമെന്റും സംഘടിപ്പിച്ചു. അൽമോസ് എന്ന് പേരിട്ടിരിക്കുന്ന കൂട്ടായ്മ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത്. എറണാകുളം വടക്കൻപരവൂരിൽ ലഹരിക്കെതിരെ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി കേരള പോലീസ് അസോസിയേഷൻ റൂറൽ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ വേറിട്ട പ്രവർത്തനവുമായി മലപ്പുറം മലബാർ വിന്റേജ് ക്ലബ്. സേ നോ ടു ഡ്രഗ് മുദ്രാവാക്യമുയർത്തി വിന്റേജ് വാഹന റാലിയുമായാണ് ക്ലബ് പ്രവർത്തകർ എത്തിയത്. എടവണ്ണ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ റിഷാദ് അലി പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. നീരേറ്റുപുറം ഫോറെവർ നൈറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ പിഷാരത്ത് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പുഴമ്പ്രത്ത് പുതിയതായി ആരംഭിച്ച വിദേശ മദ്യശാല CPIM അടപ്പിച്ചു. മദ്യശാല പ്രവർത്തിക്കാൻ ആവശ്യമായ ലൈസൻസ് ഇല്ലാത്തതിനാലാണ് നടപടി. ആരാധനാലയങ്ങളുടെ അടുത്തു നിന്നും പാലിക്കേണ്ട ദൂരപരിധി ലംഘിച്ചാണ് മദ്യശാല തുടങ്ങിയത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉടലെടുത്ത സാഹചര്യത്തിലാണ് CPIM നേതാക്കളും സമരക്കാരും രംഗത്തെത്തിയത്.
മലപ്പുറം എടവണ്ണ സീതി ഹാജി പാലം പരിസരത്ത് ചാലിയാർ പുഴയിലേക്ക് പ്ലാസ്റ്റിക്കും അറവ് മാലിന്യവും വൻതോതിൽ തള്ളുന്നതായി പരാതി. മാലിന്യം തള്ളുന്നത് കുടിവെള്ളത്തിനുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പുഴയിൽ. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. പാലക്കാട് ഓങ്ങല്ലൂരിനെ ഗുരുതര ആരോഗ്യ ഭീഷണിയിലാക്കി വീണ്ടും മാലിന്യ കൂമ്പാരം. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വാടാനംകുറിശ്ശിയിൽ വൻതോതിൽ കുന്നുകൂട്ടിയിടുന്നത്. ഒരു മാസം മുൻപാണ് ഓങ്ങല്ലൂരിൽ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടന്നത്. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ. കണ്ണൂർ ചൊക്ലി VP ഓറിയന്റൽ ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ 2 ദിവസത്തെ മെഗാ അലുമിനി മീറ്റിന് തുടക്കമായി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകി പണമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. ഷൊർണൂർ സ്വദേശിയിൽ നിന്ന് 28,27,000 രൂപ തട്ടിയ പ്രതിയെ പാലക്കാട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് കൃഷ്ണഗിരി കാവേരിപട്ടണം അരവിന്ദനാണ് പിടിയിലായത്. ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകാൻ ഒരുങ്ങി ശുഭാൻഷു ശുക്ല. മെയ് 29-ന് ശുഭാൻഷു അടങ്ങുന്ന 4-അംഗ സംഘം യാത്ര തിരിക്കും. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ആയിരിക്കും വിക്ഷേപണ വാഹനം. സ്പേസ് എക്സിന്റെ തന്നെ ഡ്രാഗൺ പേടകമാണ് യാത്രാവാഹനം. 14 ദിവസമാണ് ദൗത്യകാലാവധി. യുക്രൈനിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ച റഷ്യ. മെയ് 8 മുതൽ 10 വരെയുള്ള തീയതികളിലാണ് വ്ളാഡിമിർ പുടിൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. റഷ്യ നാസി ജർമ്മനിക്കെതിരെ വിജയദിനം ആഘോഷിക്കുന്ന മെയ് 8 മുതൽ 10 വരെയുള്ള തീയതികളിലാണ് യുക്രൈനിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ റഷ്യൻ പാർലമെന്റ് പ്രഖ്യാപിച്ചത്. മെയ് 8-ന് അർദ്ധരാത്രിയിൽ വെടിനിർത്തൽ ആരംഭിച്ച് മെയ് 10 വരെ നീണ്ടു നിൽക്കും. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ കസ്റ്റഡി കാലാവധി നീട്ടി ഡൽഹി കോടതി. 12 ദിവസത്തെ കസ്റ്റഡി ആവശ്യം അംഗീകരിച്ചു. ഡൽഹി പട്യാല ഹൗസ് NIA കോടതിയുടേതാണ് ഉത്തരവ്. US ഒപ്പുവെക്കുന്ന ആദ്യ വ്യാപാര കരാറുകളിൽ ഇന്ത്യയും. US-ന്റെ പല ട്രേഡിംഗ് പാർട്ട്ണർമാരും US താരിഫ് ഒഴിവാക്കാൻ വളരെ നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ ഒപ്പുവെക്കുന്ന ആദ്യ കരാറുകളിൽ ഒന്ന് ഇന്ത്യയുമായിട്ടുള്ളതായിരിക്കുമെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറഞ്ഞു. യൂറോപ്പിനെ വലച്ച് വൈദ്യുതി തടസ്സം. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടത് വൻ ഗതാഗതക്കുരുക്കിനും വിമാന സർവീസുകൾ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെടുന്നതിനും കാരണമായി. പോർച്ചുഗലിൽ വൈദ്യുതി വിതരണം സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്ന് വൈദ്യുതി വിതരണ ശൃംഖലയായ റെൻ പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തീരുമാനിക്കാനുള്ള കോൺക്ലേവ് മെയ് 7-ന് തുടങ്ങും. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. കമർലെങ്കോ കർദിനാൾ കെവിൻ ഫാരലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 135 കർദിനാൾമാർക്കാണ് കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത്. കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാവ, കർദിനാൾ ജോർജ് കൂവക്കാട് അടക്കം ഇന്ത്യയിൽ നിന്ന് 4 കർദിനാൾമാർ കോൺക്ലേവിൽ പങ്കെടുക്കും. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.